എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വോട്ടിംഗ് നടത്തിയിരുന്നു. അപ്പോൾ അതിലേറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടിയത് കൂട്ടുകറിക്കാണ്. ബാക്കിയുള്ള റെസിപ്പീസ് ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓണത്തിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. സദ്യയ്ക്ക് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ കൂട്ടുകറി ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലല്ല, സാധാരണ ഒരു പാത്രത്തിലാണ്. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചേന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ കിട്ടുന്ന ചേന ആഫ്രിക്കയിൽ നിന്നുള്ളതാണ്. അതാണ് ഈ വൈറ്റ് കളറിലിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ഏത്തക്കായയാണ്. അതുകൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂട്ടുകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ കടല വേവിച്ച വെള്ളമാണ് ഇത് വേവിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ ചേന നന്നായിട്ട് വേവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ നിങ്ങൾ 1 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറുത്ത കടല കുതിർത്തിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതൊരു ഏകദേശം 1 കപ്പോളം ഉണ്ടാകും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ കടലയാണ് കൂട്ടുകറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾക്ക് ഈ കടലയ്ക്ക് പകരം കടലപ്പരിപ്പും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി കൂടി ഇതിലൂടെ അരയ്ക്കാവുന്നതാണ്. അപ്പോൾ അരപ്പ് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ അരപ്പ് കൂടി ഈ വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അരപ്പിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, നമ്മൾ കഷ്ണങ്ങളിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം മതി. കാരണം കൂട്ടുകറി കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കാറ്. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുരുമുളക് പൊടി ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി കുരുമുളക് പൊടി നമ്മൾ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര ചേർക്കുന്നത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതധികം മധുരമൊന്നും ഉണ്ടാവില്ല, ടേസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇവിടെ നമ്മൾ കടുക് താളിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കടലപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ചധികം
തേങ്ങ ചിരകിയത് കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കൂട്ടുകറിയുടെ ഏറ്റവും സ്വാദ് കൊടുക്കുന്ന ഒന്നാണ് നമ്മൾ ഈ വറുത്തിടുന്ന തേങ്ങ. അപ്പോൾ എത്ര ടേസ്റ്റ് വേണോ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് തേങ്ങ കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പോൾ സദ്യയിൽ മാത്രമല്ല, നിങ്ങൾക്ക് അല്ലാതെയും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ മുഴുവൻ തേങ്ങയും നമ്മളിതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിലെ കൂട്ടുകറി ഇവിടെ നമ്മൾ തയ്യാറാക്കിയെടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. പിന്നെ ഞാൻ ഓണത്തിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി കണ്ടോളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക്